ആരാധനാലയങ്ങൾ കുടിലതയുടെ ഭീകരതയുടെ മുഖമുദ്രകളാകുന്നു. ഈശ്വരൻ മനുഷ്യഗന്ധം കിട്ടാത്തിലും തിരഞ്ഞോടിയൊളിക്കുന്നു. ദൈവത്തെ സംരക്ഷിക്കുന്നവനായി മനുഷ്യൻ, തൊഴിൽ രഹിതനായി ഞാനിനി ആരെ സംരക്ഷിക്കുമെന്ന ചിന്തയിൽ ദൈവവും. നമസ്കാരം. ഇന്ന് ഒരു വിശിഷ്ട വ്യക്തിയുമായാണ് നിള 24 ലൈവ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ വർഷത്തെ അയ്യപ്പൻ പുരസ്കാരം, മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ മുളയങ്കാവ് സ്വദേശിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. പള്ളത്ത് റഷീദ് എന്ന ഈ പ്രതിഭയെക്കുറിച്ച് കൂടുതൽ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഈ ഒരു പുരസ്കാരത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ അത് അവാർഡ് ഏറ്റുവാങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് പങ്കുവെക്കാമോ? സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പുരസ്കാരം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് അയ്യപ്പനെ പറ്റി പറയുകയാണെങ്കിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായൊരു കവിയാണ്. കാരണം 2000-ലധികം കവിതകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ച് തന്നെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അതിലധികം എത്രയോ കവിതകൾ എഴുതുകയും ജീവിച്ചിരിക്കുന്ന കാലത്ത് വേണ്ടത്ര പരിഗണന കിട്ടാത്തൊരു കവിയാണ് അയ്യപ്പൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ എത്രത്തോളം അംഗീകാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ടോ അത് വളരെ അത്ഭുതാവഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും വലിയ മഹാനായൊരു കവിയായിരുന്നു. കാരണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ച ഒരു കവി. അദ്ദേഹത്തെ പറ്റി ഒരുപാട് ആരോപണങ്ങളും ദുരാരോപണങ്ങളും അദ്ദേഹം ജീവിച്ച രീതികളെ പറ്റിയിട്ട് പല മോശമായ അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വില, അദ്ദേഹത്തിൻ്റെ മഹത്വം അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കിയെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു ഒരു അവാർഡ് കിട്ടുക എന്നുള്ളത് ഒരു ഓസ്കാർ അവാർഡിന് തന്നെ തുല്യമായ അവാർഡാണ്. അയ്യപ്പനെ കുറിച്ച് ഇത്രയും വർണ്ണിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തെയും പലരും വിമർശിക്കുമ്പോഴും അതിലൊരു പോസിറ്റിവിറ്റി കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ ജീവിതം എത്തരത്തിലുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാതൃകാപരമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? കാരണം ഞാനും അദ്ദേഹത്തെ ഉപമിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഞാൻ വളരെ ലളിതമായി കവിതകൾ എഴുതുന്നത്. കാരണം ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കവിത എഴുതുന്ന. കാരണം നമ്മളിപ്പോൾ ഒരാളോട് ദാഹശമനത്തിന് അല്പം ജലം നൽകൂ എന്ന് പറയുന്നതും അല്പം വെള്ളം കുടിക്കാൻ തരൂ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ കവിതകളും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കവിതകളായിരുന്നു. ഞാനും അതുപോലെ, കാരണം അദ്ദേഹത്തെ ഉപമിച്ച് പറയല്ല, അതേപോലെ വളരെ ലളിതമായി ആളുകൾക്ക് ഇന്നത്തെ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ കവിത എഴുതുന്ന ഒരാളാണ്. കവിതയ്ക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുകയുണ്ടായി. കവിതയിൽ ഉള്ള ഈ താരതമ്യം അത് ഈ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ആ ഒരു ജീവിതത്തിന്റെ ഘട്ടം? അത് ഒരിക്കലും കഴിയില്ല. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, വളരെ ലളിതമായ ജീവിതം നയിച്ചിരുന്ന മനുഷ്യനാണ്. കാരണം ഞാൻ അത്രക്കാരനൊന്നുമല്ല. കാരണം ഞാൻ എന്തായാലും കുറച്ചല്പം സുഖിച്ച് ജീവിക്കണമെന്ന് തന്നെ കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്. കാരണം അദ്ദേഹം വളരെ ലളിതമായി, അതായത് സ്റ്റേജിൽ കയറിപ്പോലും അദ്ദേഹത്തോട് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിരനിരയായി കസേരകൾ കിടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം തറയിലിരുന്ന് പ്രസംഗിച്ച ആളാണ്. അദ്ദേഹം കിടന്നിരുന്നത് കടത്തിണ്ടകളിലാണ്, പച്ചക്കറി മാർക്കറ്റുകളിലാണ്, കടപ്പുറങ്ങളിലാണ്. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ കവിതയുടെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? കവിതയ്ക്ക് അത്രത്തോളം ഒരു പ്രസക്തി ഉണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കവിതയ്ക്ക് പണ്ട് കാലങ്ങളിൽ വളരെയധികം പ്രസക്തി ഉണ്ട്. പിന്നെ ഇടക്കാലത്ത് വെച്ച് കവിതയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോൾ വീണ്ടും കവിത ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ലയിച്ച് കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ഇപ്പോഴും ഇതേ കവിതയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഒരുപാട് ആളുകൾ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഈ കവിത എഴുതിയിട്ട് നിനക്ക് എന്താ കിട്ടുന്നത്? പക്ഷേ കവിത എന്നുള്ളത് നമ്മുടെ ഒരു ആത്മസംതൃപ്തിയാണ്. പിന്നെ കവിത എഴുതുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള വികാരത്തെ അത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന ഒരു സംഗതിയാണ് കവിത എന്ന് പറയാം. ഓരോ ആളുകളും കവിത എഴുതുന്നത് അവൻ്റെ മനസ്സിലുള്ള വികാരത്തെ. കാരണം അവർ ചിലപ്പോൾ നേരിട്ടത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്തു? അത് എഴുത്തുകളിലൂടെ പ്രകടിപ്പിക്കണം. ഉദാഹരണത്തിൻ്റെ ചില കവിതകളൊക്കെ അത് പരിശോധിച്ചാൽ, കാരണം നമുക്ക് വിമർശിക്കാനുള്ളത് അത് രാഷ്ട്രീയമാകട്ടെ, അതിൽ സാമൂഹ്യമാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ വിമർശനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ വരികളിലൂടെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ വിമർശനം കവിതയിലൂടെ നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ കവിതകൾക്ക് ഇങ്ങോട്ടും വിമർശനം വരാം. ആ വിമർശനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു? അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ചില കവിതകൾ ഓരോ ആളുകളും വായിക്കുമ്പോൾ തോന്നും, അല്ലെങ്കിൽ ചില കഥകൾ വായിക്കുമ്പോൾ തോന്നും അത് എന്നെക്കുറിച്ചാണ് എന്ന് ഓരോ ആളുകൾക്കും സ്വാഭാവികമായിട്ട് തോന്നും. കാരണം ഇത് എന്നെപ്പറ്റി എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ട് എഴുതിയതാണോ എന്ന് ചില ആളുകൾ, അത് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ മൊത്തം സമൂഹത്തെയാണ് നോക്കിക്കാണുന്നത്.
അത് accept ചെയ്യുന്നുണ്ട്. അതില് അപ്പോൾ അപ്പോൾ ചില ആളുകൾ അതിന് വിമർശന ബുദ്ധിയ അത് പറയും. കാരണം നിങ്ങളത് എഴുതിയത് ശരിയായില്ല, അങ്ങനെയല്ല എഴുതേണ്ടത്. അത് അവൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോഴാണ് വേറൊരാൾക്ക് അത് ആ രീതിയിലല്ല തോന്നുക. ഓരോ ആളുകൾക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണല്ലോ. അതാണ് കവിയുടെ ചിന്താഗതിയാണല്ലോ ഈ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ വിമർശനങ്ങളും സ്വാഭാവികമാണ്. ഇപ്പോഴത്തെ യൂത്ത് വീണ്ടും കവിതയിലേക്കൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പട്ടാമ്പിക്കാരാണ്. അപ്പൊ ഈ പട്ടാമ്പി കോളേജിൽ വരെ നമ്മളെ കവിതയുടെ കാർണിവൽ പോലുള്ള സെഷൻസ് നടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ക്രൗഡ്, അതായത് യൂത്തിന്റെ കുട്ടികൾ തന്നെ പ്രതിനിധീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ യൂത്ത് ഇങ്ങനെ ഒരു മടക്കം അല്ലെങ്കിൽ ഇടക്കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വരുമ്പോൾ അതിനെ കുറിച്ച് എന്ത് തോന്നുന്നു? അതാണ് ഞാൻ പറഞ്ഞില്ലേ, കവിത ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് കവിത പണ്ട് ഗദ്യ കവിതകളായിരുന്നു ഏറ്റവും കൂടുതൽ. ഇന്നങ്ങനെയല്ല, ഇന്ന് പദ്യ കവിതകൾ അത് ഈണത്തിൽ ആലപിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലാണ് ഇന്ന് കവിതകൾ. പിന്നെ അത് മാത്രമല്ല, പണ്ടത്തേതിനേക്കാൾ ഒന്നുകൂടി ലളിതമായിട്ടുണ്ട് കവിതകൾ. അപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയും. സാധാരണക്കാർക്ക് വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ് ഇന്ന് 90% കവികളും കവിതകൾ എഴുതുന്നത്. കടിച്ചാൽ പൊട്ടാത്ത, ആർക്കും മനസ്സിലാകാത്ത, സാഹിത്യത്തിൻ്റെ കൊടുമുടിയിലേക്ക് പോകുന്ന രീതിയിലുള്ള കവിതകൾ വളരെ അപൂർവം ആളുകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, കവിത നീ അത് പാടി വിട്. പക്ഷെ എനിക്ക് പാടാൻ കഴിയില്ല, ആലപിക്കാൻ കഴിയില്ല. കാരണം എഴുതാൻ മാത്രമേ കഴിയൂ. അപ്പോൾ നമുക്ക് ആലപിക്കാൻ, ഞാൻ ഇപ്പോൾ ആലപിച്ചിട്ടുണ്ട്, നിങ്ങൾ രണ്ടാളും ഇവിടെ നിന്ന് എഴുതിയിട്ട് പോകും. അപ്പോൾ ആലപിക്കാൻ കഴിയില്ല. പക്ഷെ ആലപിച്ച് കേൾക്കുന്നത് കാരണം എന്താ, ഒരു വസ്തുവിന് ജീവൻ കൊടുക്കലാണ് അതിൻ്റെ. അതായത് നമ്മൾ എഴുതുന്ന കവിത വേറൊരു മാനദണ്ഡം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഈ വീഡിയോ അല്ലെങ്കിൽ അതിൽ കൂടെ നമ്മൾ അത് കാണുമ്പോൾ കിട്ടുന്ന ആസ്വാദനം, വായിക്കുമ്പോൾ നമ്മളത് ഭാവനയിൽ വരുമെങ്കിൽ കൂടി കാണുന്നതും ജീവൻ വരെയാണ്. അപ്പൊ അത് അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഒരു പ്രസിദ്ധീകരണത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഒരു പുസ്തകം, ആ പുസ്തകം കവിതയിൽ ഞങ്ങളിപ്പോൾ നാട്ടുകൂട്ടം, അതെൻ്റെ ഞങ്ങള് കൊപ്പം നാട്ടുകൂട്ടം എന്ന് പറയും. കൊപ്പം നാട്ടുകൂട്ടത്തിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ കൂടി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉണ്ട്. അത് പ്രകാശനം, അത് നാട്ടുകൂട്ടം കവിതാ സമാഹാരം പ്രകാശം കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു പുസ്തകം, ഒരു കഥാപുസ്തകം പ്രസിദ്ധീകരിച്ചു നാട്ടുകൂട്ടം. അപ്പോൾ അതിൻ്റെ രക്ഷാധികാരി എന്ന് പറയുന്നത് പ്രൊഫസർ അബ്ദുൽ കരീം സാറാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രചോദനം എനിക്ക് വേണ്ടുവോളം, അതുപോലെ തന്നെ എനിക്ക് പ്രചോദനം നൽകിയ ഒരുപാട് വ്യക്തികളുണ്ട് കേട്ടോ. കാരണം പ്രചോദനം നൽകിയ വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്ത് രാജഗോപാലൻ മുളയങ്കാവുണ്ട്, അതുപോലെ തന്നെ ഒരു ബാലഗംഗാധരനുണ്ട്, മറ്റേ വ്യാപാരി വ്യവസായയുടെ ഞങ്ങളുടെ ജില്ലാ വൈസ് പ്രസിഡൻറ്റും മുളയങ്കാവ് യൂണിറ്റ് പ്രസിഡൻറ്റുമായ മുസ്തഫ ഉണ്ട്. എൻ്റെ തെറ്റുകൾ തിരുത്തി തരുന്ന ഹേര ടീച്ചറുണ്ട്. കാരണം ഇവരൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. എൻ്റെ പാർട്ണർ മുഹമ്മദ്, ഇവരൊക്കെ വേണ്ടത്ര സപ്പോർട്ട്. എൻ്റെ കുടുംബം, ഏറ്റവും എടുത്തു പറയേണ്ടത് എൻ്റെ കുടുംബമാണ്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ മരുമക്കൾ, എൻ്റെ സഹോദരിമാർ, ഇവരുടെയൊക്കെ സപ്പോർട്ട് വേണ്ടുവോളം എനിക്ക് ഇതിന് ലഭിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ പ്രചോദനം മുന്നേറാൻ കഴിയുന്നത്. ഇത് പേരെടുത്ത് ഞാൻ കുറച്ച് ആളുകൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. പേരെടുത്ത് പറയാത്ത എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും നാട്ടിലും, അതുപോലെ തന്നെ എൻ്റെ EMS സാംസ്കാരിക വേദി, ഞാൻ പ്രവർത്തിക്കുന്ന സാംസ്കാരിക വേദിയാണ്, അതിലുള്ള പ്രവർത്തകർ, വ്യാപാരി വ്യവസായി. കൂട്ടായ്മയെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ഈ കവിതയുടെ കൊപ്പത്ത് ഇത്രയധികം കവിതാ സ്നേഹികളുണ്ട് എന്നുള്ളത് നമുക്കൊരു പുതിയ അറിവാണ്, അറിയാം. പക്ഷെ ആ ഒരു കൂട്ടായ്മയെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ആ കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ അതിൽപ്പെട്ട ചില ആളുകൾക്കൊക്കെ ഞങ്ങൾ എല്ലാവരും പിരിവെടുത്തിട്ട് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നൊരു കൂട്ടായ്മയാണത്. നല്ല രീതിയിൽ, കാരണം കൊപ്പത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് കൊപ്പം, മുളയങ്കാവ്, ആമയൂർ, പപ്പടപ്പടി, കൈപ്പുറം, അങ്ങനെ ആ പ്രദേശത്ത് ലൊക്കാലിറ്റിയിലുള്ള ഒരുപാട് കവികളും സാംസ്കാരിക പ്രവർത്തകരും ഉള്ള ഒരു കൂട്ടായ്മയാണ് നാട്ടുകൂട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ നാട്ടുകൂട്ടത്തിൻ്റെ ഒരു കണ്ണിയാവാൻ എനിക്ക് കഴിഞ്ഞു എന്ന് തന്നെ ഒരു അഭിമാനമാണ്. അതിൻ്റെ അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് നമ്മുടെ മരണപ്പെട്ടു പോയ സൈദലി മാസ്റ്റർ, അദ്ദേഹമായിരുന്നു ശരിക്ക് ആ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് തന്നെ. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് ഈ സമയത്ത് മറക്കാൻ കഴിയില്ല. ഒരുപാട് പ്രചോദനങ്ങൾ, കവിത എഴുതാനൊക്കെ എനിക്ക് ഒരുപാട് പ്രചോദനം തന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. എങ്ങനെയായിരുന്നു ഒരു തുടക്കം, കവിതയിലേക്കുള്ള ഈ ഒരു വരവ് എങ്ങനെയായിരുന്നു? കവിതയിലേക്കുള്ള വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വയസ്സ് എനിക്ക് പ്രായമുള്ള സമയത്ത്, ഇപ്പോൾ ഒരുപാട് വയസ്സനായി, ഞാൻ 14 വയസ്സുള്ള സമയത്ത് ഞാൻ അന്ന് മുസ്ലിം ഗാനങ്ങൾ എഴുതി. മദ്ഹ് ഗാനം എഴുതി ഏകദേശം 8ഓ 10ഓ ഗാനമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്നത് എഴുതി ഒരു പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ടായിരുന്നു 14 വയസ്സുള്ള സമയത്ത്. എന്നിട്ടത് ഞാൻ മതപ്രസംഗത്തിൻ്റെ വേദികളിലൊക്കെ പോയി. അവിടെ അന്ന് എനിക്ക് 50 പൈസക്കാണ് ആ പുസ്തകം വിറ്റിരുന്നത്. ഒരു പുസ്തകം 50 പൈസക്കാണ് ഞാനത് വിറ്റിരുന്നത്.
₹1 നമ്മൾ MRP അത് റേറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ 50 പൈസ ഇട്ട് അന്ന് മുതൽ തുടങ്ങിയതാണ്. പിന്നെ അത് ഇടയ്ക്കൊക്കെ എഴുതും, പുസ്തകങ്ങളിൽ എഴുതും. പിന്നെ ഗൾഫിൽ ചെന്നതിന് ശേഷം ഗൾഫിൽ ചെന്ന് ഞാൻ 1990-കളിൽ ഗൾഫിൽ ചെന്നതിന് ശേഷം അവിടെ ഇതേമാതിരി ഇങ്ങനെ ഓരോന്ന് ഒഴിവ് വേളകളിലൊക്കെ പുസ്തകങ്ങൾ എഴുതി വെക്കും. കുറേ നഷ്ടപ്പെട്ടു. പിന്നെ മലയാളം ന്യൂസ് പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണം വന്നു. മലയാളം ന്യൂസ് എന്നൊരു പ്രസിദ്ധീകരണത്തിൽ ഞാനത് ചെയ്തു. കഥകളും കവിതകളും എഴുതാൻ തുടങ്ങി, പ്രസിദ്ധീകരിച്ച് വരാൻ തുടങ്ങി. പിന്നെ സോഷ്യൽ മീഡിയ ശക്തമല്ലല്ലോ, അപ്പോൾ അത് കാരണം ആരും അറിയപ്പെടാതെ ഒരുപാട് ഞാൻ എഴുതിയ കവിതകളും ചെറുകഥകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം പുസ്തകങ്ങൾ കാരണം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവിടെ ഇവിടെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. പിന്നെ വീണ്ടും ഈ കൊറോണ കാലത്താണ് ഞാൻ വീണ്ടും സജീവമായത്. ഈ അവാർഡ് ഇനി സ്വീകരിക്കാൻ പോകുന്നത് മാർച്ച് 27-നാണ് എന്നല്ലേ പറയുക? എവിടെ വെച്ചിട്ടാണ്? അത് തിരുവനന്തപുരം. ഈ അവാർഡ് കരസ്ഥമാക്കാൻ പോകുന്ന ഈ കവിതയെ കുറിച്ച് ഒന്ന് സംസാരിക്കാമോ? തീർച്ചയായും. തൊഴിൽ രഹിതൻ എന്നൊരു കവിതയാണ്. ആ കവിത ഇമ എന്ന് പറയുന്ന ഒരു നവമാധ്യമ മാസിക, അതായത് ഓൺലൈൻ മാസിക, ആ മാസികയിലത് പ്രസിദ്ധീകരിച്ച് വന്നത്. അപ്പോൾ ആ മാസികയിൽ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ഇതിൻ്റെ അവാർഡ് കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ അത് യാദൃശ്ചികമായി കാണുകയും അദ്ദേഹം അതിൻ്റെ എഡിറ്ററായ രേഖാ വള്ളത്തൂർ സാറിനെ, അതായത് കോട്ടയത്തുകാരാണ്, രേഖാ വള്ളത്തൂർ സാറിനെ വിളിക്കുകയും അദ്ദേഹം ഞാനുമായി ബന്ധപ്പെടുകയും എൻ്റെ നമ്പർ അദ്ദേഹത്തിന് കൊടുക്കുകയും അങ്ങനെയാണ് ഇത് അവാർഡിലേക്ക് വരാനുള്ള കാരണം. ആ ഒരു കവിത ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി ആലപിക്കാം. കവിത 2 വരി ആലപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രശ്നമുള്ള സംഗതിയാണ്. അത് ആലപിക്കാൻ പറ്റുന്ന രീതിയിൽ അതൊരു ഗദ്യ കവിതയാണ്. വീണ്ടും വീണ്ടും മുറിവുകളും മുറിപ്പാടുകളും പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളും മാന്യരെന്ന് സമൂഹം സാക്ഷ്യപ്പെടുത്തിയവർ, സ്വയം നന്മയുടെ പ്രതീകമെന്ന് അഭിനയിച്ചവർ, അവളുടെ ദ്രംഷ്ടങ്ങൾ ഉയർന്നു വരുന്നുവോ, നഖങ്ങൾ നീണ്ടു കൂർത്ത് വരുന്നുവോ, തൻ്റെ ആരാധ്യൻ മുഖം മൂടി അണിഞ്ഞവൻ, പൊയ്മുഖം തുറന്നവൻ രക്തദാഹിയായി വരും, വെറുപ്പ് പരത്തിയ വർഗത്തിൻ്റെ കപടമുഖം തെളിയുന്നു, വർഗീയതയുടെ അഗ്നിസ്ഫുലിംഗങ്ങൾ തുപ്പുന്നു, അപരൻ്റെ പൊട്ടിക്കരച്ചിലിൽ ദൈന്യതയിൽ കണ്ണീരാറ്റിൽ വഞ്ചി തുഴഞ്ഞവർ ആഘോഷിക്കുന്നു, കൂടെ കിടന്നവൻ ഒപ്പം നടന്നവൻ പേരുകൊണ്ട് ശത്രു, ഒരു പേരിലെന്തിരിക്കുന്നു എന്ന ചോദ്യം വ്യർത്ഥമാകുന്നു, ആരാധനാലയങ്ങൾ കുടിലതയുടെ ഭീകരതയുടെ മുഖമുദ്രകളാകുന്നു, ഈശ്വരൻ മനുഷ്യഗന്ധം കിട്ടാത്തിടം തിരഞ്ഞോടിയൊളിക്കുന്നു, ദൈവത്തെ സംരക്ഷിക്കുന്നവനായി മനുഷ്യൻ, തൊഴിൽ രഹിതനായി ഞാനിനി ആരെ സംരക്ഷിക്കുമെന്ന ചിന്തയിൽ ദൈവവും. അപ്പോൾ ഇതൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു അംഗീകാരം, ഇതുപോലെ ഒരുപാട് അംഗീകാരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. റഷീദ് പള്ളത്ത് എന്ന ഈ ഒരു മികച്ച പ്രതിഭയെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. ക്യാമറാമാൻ വിനീതിനൊപ്പം രഹ്ന തബസ്സം.